CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കോർപ്പറേറ്റ് വൽക്കരണത്തെ ചെറുക്കുന്ന സിഒയുടെ നയം മാതൃകാപരമാണെന്ന് മുൻ മന്ത്രി TP രാമകൃഷ്ണൻ MLA. സിഒഎ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഈ അധ്യയന വർഷത്തെ SSLC പരീക്ഷയ്ക്ക് തിങ്കളാഴ്ച തുടക്കമാകും. മാർച്ച് 4-ന് ആരംഭിച്ച 25-ന് പരീക്ഷ സമാപിക്കും. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ നടന്നു. 5 വയസ്സിന് താഴെയുള്ള 23.28 ലക്ഷം കുട്ടികൾക്കാണ് പോളിയോ നൽകിയത്. UAEയിൽ കെട്ടിടത്തിൽ നിന്നും വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വടക്കേക്കാട് സ്വദേശി മരിച്ചു. വട്ടമ്പാടം തൊഴുക്കാട്ടിൽ വീട്ടിൽ ബാസിത്താണ് മരിച്ചത്. വടക്കേക്കാട് കപ്ലിയങ്ങാട് ഭഗവതി ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കാനുള്ള നീക്കത്തിന് തടയിട്ട് കോടതി സ്റ്റേ വന്നതിനെ തുടർന്ന് CPM നേതാക്കളുടെ വീടുകൾക്ക് മുന്നിൽ അസഭ്യം വിളിച്ചും പടക്കം പൊട്ടിച്ചും ഭയാനക സാഹചര്യം സൃഷ്ടിച്ചതായി പരാതി. മലയാളത്തിന്റെ ഭാവഗായകൻ P. ജയചന്ദ്രന് ഇന്ന് 80-ാം പിറന്നാൾ. മലയാളികളെ ആസ്വാദനത്തിന്റെ അനന്തതയിലെത്തിച്ച ഒരു പിടി ഗാനങ്ങൾ പിറന്ന ഈ ശബ്ദ സൗകുമാര്യത്തിന് ഇന്നും ചെറുപ്പമാണെന്നാണ് ആരാധകരുടെ അഭിപ്രായം. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പൊന്നാനി സ്വദേശിയായ യുവാവ് മരിച്ചു. മുക്കാടി സ്വദേശി ഉള്ളിമരക്കാരകത്ത് ഹബീബ് മകൻ അബി ഇർഫാനാണ് മരിച്ചത്. പൂജാരിയുടെ മാല കവർന്ന മോഷ്ടാവ് കുന്നംകുളത്തെ പിടിയിൽ. കൊല്ലം കരുനാഗപ്പള്ളി ഓച്ചിറ സ്വദേശി പുതുവയലിൽ വീട്ടിൽ 32 വയസ്സുള്ള ആദിത്യനാണ് പിടിയിലായത്. പുനേർകുളം കിഴക്കേച്ചെറായി കൊഴപ്പാമഠം ഭഗവതി ക്ഷേത്രത്തിൽ വേല ഉത്സവത്തിന് കൊടിയേറി. ദേശീയ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ നടന്ന പോളിയോ തുള്ളിമരുന്ന് വിതരണം നഗരസഭാ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T. സോമശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ തായങ്കാവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ആറാട്ടുത്സവം തിങ്കളാഴ്ച ആഘോഷിക്കും. ചാലിശ്ശേരി കവുക്കോട് ശ്രീ കുളത്താണി വിഷ്ണുശാസ്താ ക്ഷേത്രത്തിലെ പൂരമഹോത്സവം തിങ്കളാഴ്ച വർണ്ണാഭമായി ആഘോഷിക്കും. തിരുത്തിക്കാട് BM LP സ്കൂളിന്റെ 69-ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃദിനവും ആഘോഷിച്ചു. കുന്നംകുളം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിൽ നടക്കുന്ന മെഗാ അക്കാദമിക് ഫെസ്റ്റിന്റെ 2ാം ദിവസമായ ശനിയാഴ്ച സ്ത്രീ സംരംഭങ്ങളുടെ കൂട്ടായ്മ നടന്നു. ചൂണ്ടൽ തായങ്കാവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പ്രസാദ ഊട്ടിൽ പങ്കെടുക്കാൻ വൻ ഭക്തജനത്തിരക്ക്. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണം SFIയുടെ പീഡനം മൂലമാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിന്റെ 108-ാം വാർഷികാഘോഷം നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങ് മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിലുള്ള പ്രദേശങ്ങളിൽ 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് വിതരണം ചെയ്തു. 1 വർഷം നീണ്ടുനിന്ന വേലൂർ പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ സമാപിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.